റിയൽ വുഡ് വർക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആയിരുന്നു. മരപ്പണി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള കുറച്ച് വീഡിയോകൾ. അതിൽ ഈസി ചെയറിന്റെ വർക്ക് ഈ വീഡിയോയിലൂടെ തീരണേണ്. ഈ 6ാമത്തെ വീഡിയോയിലൂടെയാണ് ഈസി ചെയറിന്റെ വർക്ക് തീരുന്നതിന് മുമ്പ് 5 വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മറ്റുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി സെർച്ച് ചെയ്ത് കാണുക. അപ്പോൾ തന്നെ നിങ്ങൾ പണി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ വർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്നാൽ കഴിയുമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോകളെല്ലാം കാണുക. വീഡിയോയിൽ അവസാനമായിട്ട് ഈസി ചെയറിന് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റംസും കൂടി ഉണ്ട്. ഐറ്റംസ് വേറെ ഒന്നുമല്ല, അതിൻ്റെ ക്ലോത്ത് ഇടാനുള്ള സ്റ്റിക്കുകളാണ്. ഇതുപോലത്തെ 2 സ്റ്റിക്കുകളും കൂടി നിങ്ങൾ ശരിയാക്കി എടുക്കണം. ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടില്ല. കാരണം വീഡിയോ അത്രയും കൂടി വലുതായി പോകണ്ടെന്ന് കണക്കൂട്ടിട്ടാണ് ഞാൻ ഇത് ഇടാഞ്ഞത്. എന്നാൽ ഇതുപോലത്തെ 2 സ്റ്റിക്ക് കൂടി വേണം. ആ സ്റ്റിക്കിൽ ക്ലോത്ത് ഇതുമ്പോൾ പുറത്തിട്ടാണ് നമ്മൾ ഇടുന്നത്. നിങ്ങൾ വീഡിയോയിൽ കാണാമെന്നാണ് അതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ തന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. കാരണം എന്നിട്ട് ചിലർ കമന്റ് ബോക്സിലൂടെ ചോദിക്കുകയുണ്ടായിരുന്നു, ഇതിലുപയോഗിക്കുന്ന കഷ്ണങ്ങളുടെ കനവും വീതി ഒന്നും വ്യക്തമായില്ല എന്ന്. ഞാനത് പറഞ്ഞുതരാം. അതിന് ഉപയോഗിച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ശരിക്കും നമുക്ക് 1.25 ഇഞ്ച് മതി. പക്ഷെ ഞാൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കഷ്ണത്തിന്റെ 1.7 ഉണ്ട്, ഒരു നൂല് കൂടി കൂടുതലുണ്ട്. 1.7 ഉണ്ട്, കനം 7 നൂലാണ്, വീതി 1.7. 1.25 ആണെങ്കിലും മതി, പക്ഷെ കനം 7 നൂല് വേണം. എന്നിട്ട് നമുക്ക് 2 ഇഞ്ചിന്റെ നെറ്റും ബോൾട്ട് ഇട്ടാണ് നമ്മളത് മുറുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനുപയോഗിച്ചിരിക്കുന്ന ഉള്ളിൽ വരുന്ന 46ന്റെ ഫ്രെയിമിന് നമുക്ക് വേണ്ടത് 20 ഇഞ്ചിന്റെ 3 പീസാണ്. അതുപോലെ 50 ഇഞ്ചിന്റെ ഫ്രെയിമിന്റെ കുറിയക്ഷണത്തിന്റെ നീളം 22 ഇഞ്ചാണ്. പിന്നെ ഇരുത്തിന്റെ കുറിയക്ഷണത്തിന്റെ ഒരു കഷ്ണമുള്ളൂ, ആ കഷ്ണത്തിന്റെ നീളം 24 ഇഞ്ചാണ്. പിന്നെ അതുപോലെ ഇരുത്തിന്റെ തൂക്കും 24. അപ്പൊ ടോട്ടലി ഞാൻ പറഞ്ഞുതരാം. 24 ഇഞ്ചിന്റെ 3 പീസ് വേണം. 22 ഇഞ്ചിന്റെ 3 പീസ് വേണം. 20 ഇഞ്ചിന്റെ 3 പീസ് വേണം. അങ്ങനെ 9 കുറിയ കഷ്ണങ്ങൾ. പിന്നെ എന്റെ ഹാൻഡ് റെസ്റ്റിന്റെ അടിയിൽ വരുന്നത് നമുക്ക് 32 ഇഞ്ചാണ്. ഹാൻഡ് റെസ്റ്റിന്റെ അടിയിൽ വരുന്ന പീസ് 32. പിന്നെ അതിന് ചെറിയ ഒരു തൂക്കുണ്ട്, 2 ഹാൻഡ് റെസ്റ്റിന്റെ അടിയിലെ തൂക്ക്. അത് 5.5 ഇഞ്ചിന് എടുക്കുക. നമ്മൾ 5.25 വരക്കുന്നത്. അപ്പൊ നെടിയ കഷ്ണം 46 വരക്കുന്നത് 46ക്ക് 2 പീസ് വേണം. 50 ഇഞ്ചിന് വരക്കുന്ന നെടിയ കഷ്ണത്തിന് നമുക്കൊരു 50.5 ഇഞ്ച് വേണം. ഇത്രയും കഷ്ണങ്ങളാണ് നമുക്ക് ഈസി ചെയറിന്റെ ആവശ്യത്തിനായിട്ട് വേണ്ടത്. പിന്നെ ഹാൻഡ് റെസ്റ്റിന്റെ കഷ്ണം, അത് നീളം 40 ഇഞ്ച്, വീതി 3.25 ഇഞ്ച്, കനം ഒരു 5 നൂല്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മൾ ഈ വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്രയും കഷ്ണങ്ങൾ എടുത്തിട്ട് നിങ്ങൾ വർക്ക് തുടങ്ങുക. മൊത്തത്തിൽ നമ്മൾ ഇത് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കണമല്ല എന്ന് ചിന്തിക്കരുത് ഒരിക്കലും. നിങ്ങൾ ഇത്രയും കഷ്ണങ്ങൾ പീസ് റെഡിയാക്കി എടുത്തിട്ട് നിങ്ങൾ ആ 46ന്റെ പീസിൽ നിന്ന് നിങ്ങൾ വരച്ചു തുടങ്ങുക. വീഡിയോയിൽ കാണുമ്പോൾ വരച്ചു തുടങ്ങുക. അങ്ങനെ നമ്മൾ വരച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി കാണാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചെയ്യും തോറും, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങും തോറും നിങ്ങൾക്ക് എന്തുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ വർക്ക് മുഴുവനായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ ഇതെല്ലാം കൂടി മനസ്സിലാക്കിയിട്ട് ഈ വർക്ക് ചെയ്യാം എന്ന് കരുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും, അയ്യോ ഇത് വലിയൊരു മലയാണ്, നമുക്കിതിൽ കയറി അപ്പുറത്തേക്ക് കടക്കാൻ കഴിയത്തില്ല എന്ന് തോന്നും. നമ്മൾ എപ്പോഴും അറിയണം, നമ്മുടെ മുമ്പിൽ എത്ര വലിയ വിഷയമാണെങ്കിലും, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സാമ്പത്തിക വിഷയമായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, എന്ത് വിഷയമാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എത്ര വലിയ വിഷയമാണെങ്കിലും നമ്മളിതിനെ മൊത്തത്തിൽ അങ്ങനെ കാണരുത്. മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അയ്യോ ഇതെങ്ങനെ ഞാൻ ഇതിനെ ഫേസ് ചെയ്യും എന്നുള്ളതായിരിക്കും. അതേസമയം നമ്മളിന്ന് ഒരു സ്റ്റെപ്പ് നോക്കാം. ആ ഒരു സ്റ്റെപ്പ് മാത്രം നമ്മൾ ഫേസ് ചെയ്യാനുള്ളത്. ആ ഒരു സ്റ്റെപ്പ് മാത്രം കണ്ടാൽ മതി. അല്ല മൊത്തം മല നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയെ കീഴടക്കാൻ പറ്റത്തില്ല. അതേസമയം നമ്മുടെ മുന്നിലുള്ള മല ഇങ്ങനെ നിൽക്കുമ്പോഴും നമ്മൾ ഇന്ന് ഫേസ് ചെയ്യേണ്ട വിഷയം, ഇന്ന് ഫേസ് ചെയ്യേണ്ട അത്രയും ഏരിയ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് ഫേസ് ചെയ്യാൻ കഴിയും. ഞാനിത് പറയുന്നത് ഈ വർക്കിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ലൈഫിലുള്ള കാര്യമാണെങ്കിലും ലൈഫിൽ എത്ര വലിയ വിഷയമാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ നമുക്കതിനെ ഫേസ് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ മൊത്തത്തിൽ എല്ലാത്തിനും ഒരേ സമയമല്ല നമ്മൾ ഫേസ് ചെയ്യുന്നത്. നമ്മൾ അല്പമായിട്ട് നമ്മളതിനെ ഫേസ് ചെയ്യുന്നത്. അങ്ങനെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ നിങ്ങൾ ഇത് ഈ ഈസി ചെയർ ഉണ്ടാക്കാൻ നിങ്ങൾ
ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്. ആദ്യം വേണ്ടുന്ന കഷ്ണങ്ങൾ ഞാൻ പറഞ്ഞ കണക്കനുസരിച്ച് നിങ്ങൾ കഷ്ണങ്ങൾ എടുത്തു വെക്കുക. അതിനുള്ള കണക്ക് ഇതാണ്: 22ന്റെ 3 പീസ് വേണം, 20ന്റെ 3 പീസ് വേണം, 24 3 പീസ് വേണം, അതുപോലെ 46 2 പീസ് വേണം, 50 2 പീസ് വേണം, അതുപോലെ ആൻഡ്രസിന്റെ ഇടയിൽ 2 പീസ് 32, പിന്നെ 5 2 പീസ്, അതുപോലെ തന്നെ ആൻഡ്രസ്റ്റ് അത് 3.25 ഇഞ്ചിന്റെ 40 ഇഞ്ച് നീളത്തിൽ 5 നൂല് കനത്തിൽ 2 പീസ്. ഇത്രയും പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ചറിന്റെ വർക്ക് തുടങ്ങാം. അപ്പൊ ഇത്രയും പീസുകൾ നിങ്ങൾ റെഡിയാക്കിയിട്ട് നിങ്ങൾ ആദ്യത്തെ പീസ് ആ വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചു തുടങ്ങുക. പിന്നെ മുമ്പ് ഞാൻ പറയണ്ടായിരുന്നു, ഇതിന്റെ വീതി 1.25 ഇഞ്ച് വീതി മതി, കനം 7 നൂല്. ഓക്കെ, നിങ്ങളിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മുടെ പൂർണ്ണമായിട്ട് ഈ സ്റ്റിച്ചറിന്റെ വർക്ക് തീരുകയാണ്. അപ്പൊ എല്ലാ വീഡിയോസും കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാ വ്യൂവേഴ്സിനും നന്ദി. വീണ്ടും ഇനിയും ഞങ്ങൾ ഇതുപോലുള്ള വർക്ക് നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ തക്ക രീതിയിലുള്ള പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ വീഡിയോസ് ശ്രദ്ധയോടെ കാണണം. അപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കുറച്ച് ആൾക്കാർക്ക്, അതുപോലെ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമന്റുകൾ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ എന്താണെങ്കിലും ഞാനത് നിങ്ങൾക്ക് പരിഹരിച്ചു തരുന്നതായിരിക്കും. നിങ്ങളോട് സംസാരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിൽ കിടക്കാം. താങ്ക് യു. മെയിനായിട്ടുള്ള ഫ്രെയിമാണ് ഹോളിടാൻ പോകുന്നത്. ഇത് നമ്മുടെ സീറ്റിന്റെ ഭാഗം. ഇവിടെ നമ്മൾ വരച്ചപ്പോഴേക്കും ഇവിടെ 1.25 ഇഞ്ച് സ്പേസ് ഇട്ടാണ് വരച്ചത്. അപ്പൊ 1.25 പകുതി, 1.25 പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് 1 ഇഞ്ചിന് 1 നൂല് കുറവ്, 7 നൂല്. ആ 7 നൂലിലാണ് ഇത് വരക്കുന്നത്. ഇതിപ്പോ 2 വശവും വരച്ചു. ഇനി നമ്മൾ എടുക്കുന്നത് ഇതിന്റെ ഈ താഴെ വശത്തു നിന്നാണ് നമ്മൾ അളവ് എടുക്കുന്നത്. താഴെ വശത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എടുക്കുന്നത് 29.5 ഇഞ്ചാണ്. ശ്രദ്ധിക്കണം, 29.5 ഇഞ്ച്. ഞാനിപ്പോൾ വരക്കുന്ന ഫ്രെയിം ഏതാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ഇത് 46 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ്. 46 ഇഞ്ചിൻ്റെ ഫ്രെയിമിലാണ് ഈ അളവ് വരക്കുന്നത്. ഇപ്പോൾ അപ്പുറത്തെ ഫ്രെയിമിൽ വരച്ച അതേ അളവ് തന്നെ മറച്ചു വെച്ചിട്ട് വരക്കണേ. ഇതിന്റെ വരവോലി എടുക്കുന്നത് ശ്രദ്ധിക്കണം. ഈ മോള് വശത്തു നിന്നാണ്, ഈ വശത്തു നിന്നാണ് വരവോലി. ഇങ്ങനെയാണ് വരവിലിരുന്നത് ഈ ഭാഗത്ത്.
ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും നമ്മളിവിടെ ഈ അറ്റത്തിന്റെ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവില്ലെന്ന്. ഇത് പൊട്ടത്തില്ല. കാരണം ഒന്ന് നമ്മളിവിടെ നന്നായിട്ട് പശ ഇട്ടിട്ടുണ്ട്, മറ്റൊന്ന് നമ്മളിത് സ്ക്രൂ ചെയ്തിട്ടാണ്. 2 ഇഞ്ചിൽ സ്ക്രൂ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എന്താ സ്ക്രൂ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ത്രെഡ് പിടിക്കും. നമ്മൾ ചിറ്റാണി വെക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, മരത്തിന്റെ കഷ്ണം അടിച്ചു കഴിഞ്ഞാൽ അത് ഫിനിഷിംഗ് ആയിരിക്കും. പക്ഷേ സ്ക്രൂ വെക്കുമ്പോൾ അത് ഫുൾ ത്രെഡ് കംപ്ലീറ്റ് ഏരിയയിൽ അത് കവർ ചെയ്ത് പിടിച്ചിരിക്കും. അതാണ് എന്തായാലും ഇതിങ്ങനെ പൊളിഞ്ഞു പോവില്ല. പിന്നെ നമ്മൾ പശ നന്നാക്കി ഇടുക. ഏറ്റവും നല്ല ഹെറാൾഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പറാണ്. ഇത് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന വരെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഇന്ന വരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിന്റെ ഹോൾ കഴിഞ്ഞു. എന്നോട് ഞാൻ പറഞ്ഞിരുന്ന ഹോൾ എങ്ങനെ വന്നിരിക്കുന്നത്, ഇവിടെ നമ്മൾ ഇവിടുന്ന് 1 ഇഞ്ചിന് അരനൂല് കുറച്ചിട്ടായിട്ടിരിക്കുന്നത്. കാരണം ഇത് ഇവിടെ വരുന്നതാണ്. ഇത് ഇവിടെ ഇങ്ങനെ വരും. ഇങ്ങനെ ഒരു ഇവിടെ പ്രത്യേകിച്ച് ആട്ടം ലെവലായിരിക്കണം. അതുപോലെ തന്നെ ഇത് നമ്മൾ അവിടെ നിന്ന് എടുത്തിരിക്കുന്നത് 29.5 ഇഞ്ചിനാണ് ഈ ഹോൾ. അത് ഈ കാലിന്റെ കാലത്ത് ഭാഗത്ത് നിന്ന് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 50 ഇഞ്ചിന്റെ ഫ്രെയിമിന്റെ ഹോൾ ഇടുന്നത് നോക്കാം. ഇതാണ് 50 ഇഞ്ചിന്റെ ഫ്രെയിം. 50 ഇഞ്ചിന്റെ ഫ്രെയിം ഇതാണ്. ഇതിന്റെ ഹോൾ ഇടുന്നത് നോക്കാം. ഇതിന്റെ ഹോൾ ഇടുന്നത് നമ്മള് ഇവിടെ നിന്ന്, അതായത് അടിവശത്ത് 16 ഇഞ്ചാണ് വെക്കണം. 16 ഇഞ്ച്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും 39 ഇഞ്ചാണ് വെക്കുന്നത്. 39. ഇത് 39. ഇതിന്റെ ഈ നല്ല രീതിയിൽ നിന്ന് മോഡൽസ് വരുന്ന ഭാഗത്ത് നിന്ന് വരവില് ഇടുന്നതാണ്. അതേപോലെ നമുക്ക് ഹോൾട്ട് എടുക്കാം. നമ്മളിതിന് വരവോല് ഇടുമ്പോൾ വരവോല് സെൻറ്റർ എടുക്കണം. അതായത് നമ്മളെടുത്തിരിക്കുന്ന പീസ് വീതി ഉണ്ടോ അതിൻ്റെ സെൻറ്റർ ആയിരിക്കണം. ശ്രദ്ധിക്കണം. ഇങ്ങനെ 46 ഇഞ്ചിൻ്റെ ഫ്രെയിമിൽ 4 ഹോളിട്ട് ഈ ഫ്രെയിമിൽ 4 ഹോളാണ് വരുന്നത്. പക്ഷേ ഇത് മരിഞ്ഞ് 2 ഹോളും കൂടി വരാനുണ്ട്. അത് വർക്ക് മുന്നോട്ട് നമുക്ക് കാണാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പുറം വരയ്ക്കുക. അതുപോലെ 16, 39. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മളുടെ ഈ 2 വലിയ ഫ്രെയിമുകളുടെ ഹോൾ ഇടുന്ന മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. ഇതിനു മുമ്പ് ഉള്ള വീഡിയോ, അതായത് 5ാമത്തെ പാർട്ട് 5ൽ നോക്കണം. അതിലുണ്ട് ബാക്കി എല്ലാ കഷ്ണങ്ങളുടെയും ഹോൾ ഇടുന്നതെല്ലാം ആ വീഡിയോയിലാണ്. അതുകൊണ്ട് ആ വീഡിയോ കാണണേ.
ഞാൻ സ്ട്രൈറ്റ് ഹോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഈ കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ ഷോർട്ട് വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ എല്ലാത്തിന്റെ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ഹോൾ കൂടി നമ്മൾ ഇടാവുന്നത് പ്രധാനപ്പെട്ട ഹോളാണ്. അത് നമ്മൾ ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ടാണ് ആ ഹോൾ ഇടുന്നത്. അത് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ കാണാം. നമുക്ക് ഇനി സെറ്റ് ചെയ്യാനായിട്ട് അവിടെ കാണാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഇരുത്ത് ഈ ശ്രദ്ധിക്കണം. ഇരുത്തിന്റെ ഇരുത്ത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന്റെ ഈ മൂർച്ചയുള്ള ഭാഗം, ഇത് ചെത്തിയെടുക്കുന്ന ഭാഗം ഇത് മുകളിൽ വരണേ, ഇൻസൈഡ് വരണം, ഇങ്ങനെ വരണം. ഇങ്ങനെ ഒരു സ്റ്റേറ്റ് കൊടുക്കണം. ഇതിങ്ങനെ സ്റ്റേ ഇടുമ്പോൾ ലെവലായിരിക്കും. അതുപോലെ സ്റ്റൂൾ ഇട്ട് കൊടുക്കുമ്പോൾ ലെവലായിരിക്കും. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഹാൻഡ് റെസ്റ്റിന്റെ അടിയിൽ വരുന്ന ഈ പീസും ഈ ചെറിയ പീസും കൂടി തമ്മിൽ നമ്മൾ ഹാൻഡ് റെസ്റ്റിന്റെ പീസ് ഇങ്ങനെ പറഞ്ഞത് ഇത് അപ്പുറത്തുനിന്ന് വരും. ഈ കൗണ്ടർ ഇട്ടേക്കുന്ന ഔട്ട് സൈഡിലാണ്. അപ്പൊ ഇതിന്റെ കൗണ്ടർ ഇട്ടേക്കുന്ന ഈ വശമാണ്. അപ്പൊ ഇത് ഇവിടെ വരും. ഇതില് നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ബോൾട്ട് കയറ്റി വെക്കാം. കയറ്റി വെക്കണം. അപ്പൊ ഇത് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ഈ 3/4 ഇഞ്ച് ഹോളിന്റെ വശം, 3/4 ഇഞ്ച് ഹോളിന്റെ വശമാണ് നമ്മൾ ഇതിനെ പിടിപ്പിക്കുന്നത്. ഇങ്ങനെ വരുന്നത് ഇതിങ്ങനെ പിടിപ്പിക്കും നമ്മൾ. ഇതിപ്പോ 1 ഇഞ്ചിന്റെ ഭാഗം, 1 ഇഞ്ച്. ഇത് 3/4 ഇഞ്ച്. 3/4 ഇഞ്ച് മുകളില് 1 ഇഞ്ച് താഴ്ത്തു. നമുക്ക് ആദ്യം എല്ലാം ഇതുപോലെ ബോൾട്ട് പിരിച്ച് കയറ്റി വെക്കാം. ഇതിപ്പോ 1 ഇഞ്ച് ആണ് താഴ്ത്ത വശം. ഇവിടെ കൊടുക്കുന്നത് ഇതിന്റെ ഈ അകത്തുനിന്നാണ് കൊടുക്കുന്നത്. ഞാൻ ഇതും അതുപോലെ ഇതും സെറ്റ് ചെയ്യണം. അപ്പൊ ഇത് രണ്ടും നമ്മൾക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഹോളാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഒന്നുകൂടെ പറയാം, ഇത് 3/4 ഇഞ്ചാണ് ഇവിടെ, ഇത് 1 ഇഞ്ച്. ഇനി അതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ താഴേക്ക് കെട്ടും. ഇതുപോലെ കെട്ടും. എന്നിട്ട് നമ്മൾ ഈ നെറ്റ് ഇവിടെ ഒരല്പം ഇപ്പുറത്തേക്ക് ചാടി നിൽപ്പുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കാം, ലെവൽ ചെയ്ത് വെക്കാം, ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു മാർക്ക് വേണ്ടിയിട്ടുണ്ട്. അതുപോലെ ഇതും മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ ഒരു മാർക്ക് വേണ്ടിയിട്ടുണ്ട്, പോയിന്റ്. ആ പോയിന്റിൽ നമ്മൾ അതിന്റെ സെന്റർ നമ്മൾ മട്ടത്തിന് വരച്ചിടാം. കറക്റ്റ് സെന്റർ. അതുപോലെ അവിടെ
ഓക്കെ, ഇനി വര പോലെ ഇടാം. കറക്റ്റ് വര പോലെ ഇടാം. ഇതുപോലെ വര പോലെ ഇട്ട് എടുക്കാം. മാർക്ക് ചെയ്തിട്ട് തിരുമ്പിന് പോയിന്റ് ചെയ്യാം. തിരുമ്പിന് പോയിന്റ് ചെയ്യാം. ഇനി നമുക്ക് ഹോൾ ഇട്ട് എടുക്കാം. ഇനി നമ്മൾ ഇതാണ് ഇവിടെ ഹാൻഡ് റെസ്റ്റ് നമ്മൾ നേരത്തെ വാങ്ങി വെച്ചിരിക്കുന്നത് ഈ വീതിക്ക് അതുപോലെ ഇരിക്കുക. ഇതിൽ ഞാൻ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഹെറാൾഡേറ്റ് ഇട്ടിട്ട് സീ ക്ലാമ്പ് മുറുക്കി ഞാൻ വെക്കാൻ പോണേ ഹെറാൾഡേറ്റിൽ. ഹെറാൾഡായിട്ടാണ് ഞാനിപ്പോൾ പറ്റണത്. നിങ്ങൾ ഒരു പക്ഷേ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഹെറാൾഡേറ്റ് ഇങ്ങനെ കൈ കൊണ്ട് പറ്റാൻ പറ്റുമെന്ന്. നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ ഇതുപോലെ പരട്ടി കൊടുത്താൽ നന്നായിട്ട് പരട്ടി എടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മുടെ കൈ വെറും പച്ചവെള്ളത്തിൽ കഴുകിയാൽ മതി. കൈ എന്നുള്ള കംപ്ലീറ്റ് അത് പോയിക്കോളും. ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ഹെറാൾഡേറ്റ് പരട്ടിയിട്ട് ആ ഹാൻഡ് റെസ്റ്റ് സീ ക്ലാമ്പ് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനി നമ്മളൊരു ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ അത് അഴിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കി വർക്കുകൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഇരുത്തൊന്നും വെട്ടിയിട്ടൊന്നുമില്ല. ആ ബോൾട്ടൊക്കെ ഏകദേശം ടൈറ്റ് ആയതുകൊണ്ടിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. ഇരുത്തിഞ്ഞ് വെട്ടാൻ പോലെ ഉള്ളൂ. ഇനി നമ്മൾ ഇതിന്റെ ഇരുത്ത് വെട്ടിയെടുക്കാൻ വേണം. ഇവിടുത്തെ ആ മൂന്ന് സ്റ്റെപ്പ് വെട്ടിയെടുക്കാൻ വേണം. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ സ്റ്റൂളിൽ ഇതിപ്പോൾ സെറ്റ് ചെയ്ത് വെക്കുക. കറക്റ്റ് സെന്ററിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇതുപോലെ ഇപ്പൊ ഇരിക്കുന്ന ആ ലെവലിൽ പോയിന്റ് വരച്ചെടുക്കുക. രണ്ടു വശത്തും വരച്ചു കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇവിടുന്ന് ഇപ്പൊ ഈ മാർക്ക് ചെയ്തേക്കുന്നത് നമ്മൾ ഇവിടുന്ന് വരച്ചതിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് താഴേക്ക് വെച്ചിട്ടുണ്ട്. 3/4 ഇഞ്ച് താഴേക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വെട്ടാൻ പോണേ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ വരച്ച വരയിൽ നിന്ന് ഒരു 3/4 ഇഞ്ചും കൂടി താഴത്തേക്ക് ഇറക്കിയാണ് വരക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് ആദ്യത്തെ സ്റ്റെപ്പ് കിട്ടുന്നത്. ഇതിപ്പോൾ മുൻപ് മാർക്ക് ചെയ്ത ആ പോയിന്റ് ഒന്നും കൂടി കാണിക്കുന്നേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ് അതിൽ നിന്ന് വെട്ടാൻ പോണേ. ചെറിയ ചരിവ് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക.
ഇത് ഇത്തിരി നേരം അധികം നേരം വെട്ടേണ്ടി വരുന്ന കാരണം ഇതിന് ഈ മരം ഇത്തിരി ടെമ്പറുള്ള മരമാണ്. ഞാൻ നേരത്തെ പറയാനുണ്ടായിരുന്നു എലഞ്ഞി എന്നും പറഞ്ഞിട്ടൊരു മരമാണ്. അതേസമയം തേക്കോ മറ്റു മരങ്ങളൊക്കെ ആണെങ്കിൽ ഇത്രയും ടൈം എടുക്കില്ല ഇരുത്ത് വെട്ടാനായിട്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഉള്ളിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടി ഉള്ളിലേക്ക് വെട്ടി അത് സൈസ് കറക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്മേൽ നിന്നും നമ്മൾ മുകളിലേക്ക് 1.25 ഇഞ്ച് 1.25 ഇഞ്ചിന് 2 സ്റ്റെപ്പ് കൂടി വെട്ടി കൊടുക്കുക. അപ്പൊ ടോട്ടൽ 3 സ്റ്റെപ്പ്. അങ്ങനെയാണ് നമ്മൾ വെട്ടുന്നത്. ഇവിടെ നിന്നിട്ട് 1.25 ഇഞ്ച് സ്റ്റെപ്പ്. ഇവിടെ നിന്ന് 1.25 ഇഞ്ച്. ഇനി ഇവിടുന്ന് 1.25 ഇഞ്ച്. നമ്മളിവിടെ വെട്ടുന്ന ഇരുത്ത് ഈ രീതിയിലാണ്. ഇത്തരം ചെറിയ ഇരുത്താണ് നമ്മൾ വെട്ടുന്നത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഇരുത്തേൽ ഇത് നിൽക്കുമെന്ന് വിചാരിക്കും, പക്ഷെ ഇത് നിന്നോളും. കാരണം നമ്മുടെ ഇരുത്തിൻ്റെ അടിയിൽ വരുന്ന ഈ പീസ് നമ്മൾ ചരിച്ച് ചിന്തയിലുള്ളി ടേപ്പർ ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടിട്ടാണ് അത് നിൽക്കുമെന്ന് ഞാൻ പറയുന്നത്. ഫ്ലോർ ലെവൽ വെട്ടാം. നമുക്ക് ഫ്ലോർ ലെവൽ വെട്ടുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ ഒരു പീസ് എടുക്കാം, എന്നിട്ട് ഇത് വരക്കാം.
അതുപോലെ ഈ ഏരിയ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഹെറാൾഡേറ്റിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അല്പം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. എങ്കിലും മാത്രമേ ചെയർ നമ്മൾ മുകളിലേക്ക് ഉയർത്താൻ താഴ്ത്താൻ ചെയ്യുമ്പോഴേക്കും ആ സ്പേസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു നൂല് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യണം. അതുപോലെ നമ്മൾ ഈ ചെയർ പോളിഷ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആദ്യം സീലർ അടിക്കുകയാണ്. സീലർ അടിച്ചതിന് ശേഷം നമ്മൾ ഒരു കൂട്ട് മെലാമിനും കൂടി നമ്മൾ പറ്റി കൊടുക്കും. അങ്ങനെയാണ് നമ്മളിത് ഫിനിഷ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ഈസി ചെയറിന് വടിയിടുമ്പോഴേക്കും ഈ രീതിയിൽ വടിയിടാറുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ വടിയിടരുത്, ശ്രദ്ധിക്കണം. അങ്ങനെ ഇടുന്നതാണ് കേട്ടോ. ഈ രീതിയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വടിയുമ്മൽ ഒരു ആളിരിക്കുമ്പോൾ ആ ഫുൾ വെയിറ്റും ആ വടിയുമ്മൽ വരും. ആ രീതിയിൽ നിങ്ങൾ വടിയിടരുത്. നിങ്ങൾ വടിയിടേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആ രീതിയിൽ വടി ഇട്ടാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളിരിക്കുമ്പോൾ വെയിറ്റ് കാരണം വടി ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാനിത് പ്രത്യേകിച്ച് കാണിക്കുന്നത്. ഇത് കണ്ടോ, നിങ്ങൾ ആ വടി ആ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് വീഴുന്നത്. അതുകൊണ്ടിട്ട് മൊത്തം ആ കുറിയ കഷ്ണത്തേൽ വടി ചെന്ന് ടച്ച് ചെയ്ത് നിൽക്കും. അതുകൊണ്ടിട്ട് ആളിരുന്നാൽ വടി ഒടിയത്തില്ല. അപ്പോൾ ക്ലോത്ത് ഇടുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. അതുപോലെ മുകളിലെ ഭാഗത്തെയും താഴത്തെ ഭാഗത്തെയും രണ്ടളവാണ് വടി. അത് മുകളിലത്തെ വടി വലുതാണ്, താഴത്തെ വടി ചെറുതാണ്. വലിയ വടി മുകളിലും താഴത്ത് ചെറുതും ഇട്ടണം, ശ്രദ്ധിക്കണം. അപ്പോൾ ഇതോടുകൂടി വർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള റിയൽ വുഡ് വർക്കിൻ്റെ 6ാമത്തെ വീഡിയോ അവസാനിക്കുന്നു. നന്ദി.